നമ്മൾ ഇപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആളുകളോടും ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ NGOനെ അല്ലെങ്കിൽ ഇത്രയും സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു പ്രയാസം സർക്കാരിനോ ജനങ്ങൾക്കോ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്ന ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക മോണിറ്ററി ബെനിഫിറ്റും ഇല്ലാതെ നിഷ്കാമ കർമ്മം ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ചൂരൽമല ആയാലും മുണ്ടക്കൈ ആയാലും വിലങ്ങാടായാലും കോവിഡ് ആയാലും എന്ത് കാര്യത്തിനും പൈസ വാങ്ങിക്കാതെ ഈ സംവിധാനത്തിനെ മുന്നോട്ടെത്തിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ആരോഗ്യവകുപ്പിനെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ നമുക്ക് പറയാം. കാരണം അവരൊക്കെ അവരുടെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് കൊടുക്കുന്ന സേവനം അവർ നിർബന്ധിതമായി കൊടുക്കേണ്ട സേവനമാണ്. നമ്മളാരും ചെയ്യുന്നത് നിർബന്ധ സേവനമല്ല. നമ്മുടെ പൈസയും നമ്മുടെ സമയവും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ജനത്തിന് വേണ്ടി ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കാതെ ഈ തരത്തിൽ എല്ലാ NGOകളും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഒരു ധാരണ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ NGO ഫെഡറേഷൻ ചെയർമാനാണ്. അദ്ദേഹത്തോട് അതില്ലാതിരിക്കാനാണ് നമ്മൾ ഒരു പരാതി വന്നപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തി സാറാ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറയുന്നത്. അത് ഡീൽ ചെയ്യുന്നതിന് പോലെ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നിങ്ങൾ നിയമത്തിൻ്റെ വഴി നോക്കിപ്പോന്നാണ്. അന്ന് അദ്ദേഹം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളുണ്ടാവില്ലായിരുന്നോ കൂടെ? നമ്മൾ കൂടെ നിന്നിട്ടില്ലേ? നമ്മൾ അങ്ങനെ പ്രവർത്തനം ചെയ്ത് പരിചയമുള്ളവരല്ലേ? ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ അതിന് പൈസ വാങ്ങിയിട്ടാണോ ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ചായയും കൂടി വാങ്ങിച്ചു കൊടുത്ത് പോരുന്ന ആൾക്കാരല്ലേ നമ്മൾ? അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ഇവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളെ ഇവർ കേരളത്തിൽ നമുക്ക് എന്താ വലിയ ഡയലോഗൊക്കെ പറയാൻ പറ്റും. നമുക്കൊക്കെ എനിക്ക് പിടിച്ചിരുന്ന CSR കിട്ടാനും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് പോയി ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ ആ കേരളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളൊക്കെ എടുത്തിട്ട് അടിക്കുള്ളൂ. അത്തരം ഈ ഇവിടുത്തെ സന്നദ്ധ സംഘടന പ്രവർത്തനങ്ങളെ മോശമാക്കിയ സിറ്റുവേഷനായി പോയത്. അതിനകത്ത് അനന്തകുമാർ സാറിന് വലിയൊരു പങ്കുണ്ട്. തീരുമാനത്തേക്ക് നമ്മളെങ്ങനെ ഇതിപ്പോൾ മറികടക്കും സ്വാഭാവികമായിട്ടും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആ സേവനങ്ങൾ ആവശ്യമുണ്ടാവും. ആ ഒരു സമയം വരും ഇവിടെ. സാറൊന്ന് ആലോചിച്ച് ഈ സന്നദ്ധ പ്രവർത്തനം നമുക്ക് പറ്റില്ല. അതിന് വേറെ കാര്യം നമ്മുടെ മനസ്സങ്ങനെയല്ലല്ലോ. സാറൊന്ന് ആലോചിച്ച് നോക്കി ഇവിടെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ഒരു സന്നദ്ധ പ്രവർത്തകർ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അപ്പോൾ അതൊക്കെ സർക്കാരും മീഡിയയും ഒക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, തട്ടിപ്പുകാരനും അയാളുടെ കൂട്ടാളികളായ സാമൂഹ്യ പ്രവർത്തകരും. രണ്ട്, നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചെറിയ സന്നദ്ധ സംഘടനകളും അതിലെ പ്രവർത്തകരും. മൂന്ന്, ഈ തട്ടിപ്പിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കെടുത്ത നേതാക്കന്മാരും ജനപ്രതിനിധികളും. ഇങ്ങനെ മൂന്നായി വേണം ഇതിനെ കണക്കാക്കാൻ. നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ തട്ടിപ്പ് വളർന്നിരുന്നു. ഇത് പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് കണക്കാക്കപ്പെട്ടതുകൊണ്ട് നാട്ടുംപുറങ്ങളിലുള്ള സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഇതിന്റെ ഏജന്റന്മാരായി. അവർക്ക് പ്രചോദനം കൊടുത്തത് തിരുവനന്തപുരം തോന്നയ്ക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായിഗ്രാമിന്റെ തലവനായ ആനന്ദകുമാറാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ ബന്ധങ്ങളുള്ള സന്നദ്ധ സംഘടനയാണ് സായിഗ്രാം. സായിഗ്രാമിൽ സന്ദർശിക്കാത്ത ആരുമില്ല. സായിഗ്രാമിനെ അനുഗ്രഹിക്കാത്ത ഒരു സർക്കാരുമില്ല. CPMകാരും കോൺഗ്രസുകാരും BJPക്കാരും തുല്യബന്ധം പുലർത്തുന്ന പ്രസ്ഥാനമാണ് സായിഗ്രാം. ആനന്ദകുമാർ ന്യൂട്രലിൽ ഒഴിഞ്ഞുപോയത്. അതുവരെ സാമ്പത്തിക ലാഭമുണ്ടാക്കി ആനന്ദകുമാർ പിടികിട്ടി കളി മാറുമെന്ന് അന്നാവാം ഈ പദവി രാജിവെച്ചത്. പക്ഷെ ആനന്ദകുമാർ ഇത് ആരെയും അറിയിച്ചില്ല. ആനന്ദകുമാറിനെ വിശ്വസിച്ച് ചേർന്നവരെ എല്ലാവരെയും വഴിയാധാരമാക്കി. ഈ ആനന്ദകുമാറിന് വലിയ ബന്ധങ്ങളുണ്ട്. കോടതികളിൽ നടക്കുന്ന കേസുകൾ അട്ടിമറിക്കാൻ, ജഡ്ജിമാരെ സ്വാധീനിക്കാൻ പോലും ആനന്ദകുമാർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ജോമോൻ പുത്തമ്പരയ്ക്കൽ ആരോപിക്കുന്നത്. ജോമോനോട് ഞാൻ സംസാരിച്ചപ്പോൾ ജോമോൻ എണ്ണി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ബന്ധങ്ങളുള്ള, എല്ലാ മാധ്യമ പ്രവർത്തകരോടും ബന്ധങ്ങളുള്ള ആനന്ദകുമാർ ഈ തട്ടിപ്പിന് മുൻകൈയെടുത്തതോടെ തന്നെ ഇത് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഒപ്പമാണ് KM എബ്രാഹിം അടക്കമുള്ള പല ഉന്നതരുടെയും പേര് വിവരങ്ങൾ പുറത്തു പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർക്ക് വിഹിതം കൊടുത്തിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഏതെങ്കിലുമൊക്കെ പാവങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് അവസാനിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് ജനങ്ങൾ പണം കൊടുത്തത് സന്നദ്ധ സംഘടനകളും അതിന്റെ നേതാക്കൾക്കുമാണ്. ഈ പാവപ്പെട്ട സന്നദ്ധ സംഘടനകൾ അവരെ സഹായിക്കാൻ ഇറങ്ങിയതാണ്. അവരുടെ തലയിൽ കെട്ടിവെച്ച് സകല സന്നദ്ധ സംഘടനകളെ കൂട്ടിക്കെട്ടി നേതാക്കന്മാർ ഊരാനാണ് സാധ്യത. ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ രക്ഷാധികാരിയായിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ തട്ടിപ്പുകാരനെ പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ എത്തിച്ച ആനന്ദകുമാർ എന്നിവരെ എന്തുകൊണ്ടാണ് പ്രതി ചേർത്തിട്ടും അറസ്റ്റ് ചെയ്യാത്തത്? ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പ്രതി ചേർത്തത് ജുഡീഷ്യറിയെ കൂടി സമ്മർദ്ദത്തിലാക്കാനാണ്. ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു കോടതിയും സമ്മതിക്കില്ല എന്ന് തീർച്ചയാണ്.
അങ്ങനെ പ്രമുഖന്മാരെല്ലാവരും ചേരുന്നത് കൊണ്ട് അവസാനം ബലിയാടാവാൻ പോകുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയ പാവപ്പെട്ട സന്നദ്ധ പ്രവർത്തകരായിരിക്കും. അനുഭവിക്കാൻ പോകുന്നത് അവരാണ്. രക്ഷപ്പെടാൻ പോകുന്നത് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സകല കള്ളന്മാരും.